ഫാമിലി ഈസ് എ നെസ്റ്റ് ദാറ്റ് ഹാങ്ഡ് ഓൺ ദ വിൻഡ് എന്നാണ് പറയുന്നത്. കാറ്റത്ത് ആടുന്ന ഒരു കിളിക്കൂടാണ് ഈ ഓരോ കുടുംബവും. ഓരോ കുടുംബത്തിനും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്, ഓരോ കുടുംബത്തിനും അതിൻ്റെതായ രീതികളുണ്ട്, ഓരോ കുടുംബത്തിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാരണം വ്യത്യസ്തമായ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ചേർന്നവരാണ് അപ്പനായിട്ടും അമ്മയായിട്ടും ഒക്കെ ആയിത്തീരുന്നത്, അല്ലെ? നമ്മൾ അറിയാതെ കാലത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വെറുതെ നടന്ന ഒരു ചെറുക്കനും വെറുതെ നടന്ന ഒരു പെങ്കൊച്ചിനെയും ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിച്ച്, അല്ലെ? പിന്നെ അവർ രണ്ടല്ല ഒന്നാണെന്ന് പറയുമ്പോൾ രണ്ട് സംസ്കാരത്തിൽ വളർന്നവരായിരിക്കാം. പിന്നെ പിള്ളേരും കൂടെ ആകുമ്പോൾ പൂർത്തിയായി 4 പേരുണ്ടെങ്കിൽ 4 സ്വഭാവത്തിലായിരിക്കും. 5 വിരലിന് 5 നീളം എന്ന് പറയുന്നത് പോലെ 5 പേരുണ്ടെങ്കിൽ 5 സ്വഭാവ രീതിയാണ് നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടില്. പിന്നെ അത് വളരെ മനോഹരമായി കൊണ്ടുപോകുന്നവരാണ് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് അവരെ നോക്കിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓരോ കുടുംബജീവിതം ഉണ്ടല്ലോ, ഈ ഗാനമേളയോട് ഉപമിക്കണം. ഗാനമേളയുടെ പ്രത്യേകത എന്താ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഗാനമേള തുടങ്ങുന്നതിന് മുൻപ് സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ കോവിഡിന് മുൻപ് നമ്മളൊക്കെ ഗാനമേള കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേജ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇനി എപ്പോഴാണോ ഇത് തുടങ്ങുന്നത് എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ഈ നോക്കി ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് തബലക്കാരൻ ഇങ്ങനെ ഒന്ന് കൊട്ടും, കിടുകിടോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇപ്പൊ ഗാനമേള തുടങ്ങും. അത് കഴിഞ്ഞ് വയലിൻ അനക്കിയിട്ട് പറയും ഹലോ മൈക്ക് ചെക്ക്. അത് കഴിയുമ്പോൾ ഓർഗൻകാരൻ, അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും ചെക്ക് ചെയ്യും. അതിനുശേഷം പാട്ടുകാരൻ പാട്ട് തുടങ്ങി കഴിയുമ്പോൾ ഈ ആദ്യം കേൾക്കുന്നത് വ്യത്യസ്തമായ ശബ്ദമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ പാട്ടുകാരൻ പാട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇവയ്ക്കെല്ലാം ഒറ്റ ശബ്ദമായിരിക്കും, ഇവയ്ക്കെല്ലാം ഒറ്റ താളമായിരിക്കും, ഇവയ്ക്കെല്ലാം ഒറ്റ ലയമായിരിക്കും. ഇവ എല്ലാം ഒന്നു ചേർന്ന് ഒറ്റയൊരു ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. മനോഹരമായ അതിൽ നിന്ന് വയലിനെ പെറുക്കിയെടുക്കാനോ അതിൽ നിന്ന് തബലെ പെറുക്കിയെടുക്കാനോ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ പറയും അവതാളം, പാട്ട് തെറ്റിച്ചു, അല്ലെ? ഇത് തന്നെയാണ് കുടുംബജീവിതം. നമ്മളെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ്, നമ്മളെല്ലാം പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദമാണ്, ഓരോ രീതിയാണ്, ഓരോ സ്വഭാവമാണ്. എന്നാൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ പാടുകയും ഒരേ ശബ്ദത്തിൽ ജീവിക്കുകയും ഒന്നിച്ച് പാടി ഇതാണ് ഞങ്ങൾ എന്ന് പറയുകയും ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു ഉള്ള കുടുംബമായിട്ട് ഓരോ കുടുംബങ്ങളും മാറുന്നത്. ദൈവസന്നിധിയിൽ ഓരോ കുടുംബങ്ങളും ധൂപമായി തീരണം. ദൈവസന്നിധിയിൽ ഓരോ കുടുംബവും ധൂപമായി തീരണം. ഇന്നത്തെ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യമാണ്. ടൈപ്പ് ചെയ്തപ്പം പാഠഭാഗം വായിച്ചെങ്കിലും 29 എന്നുള്ളത് കണ്ണാടി വെക്കാതെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ 20 ആയി പോയതാണ് കേട്ടോ. വായിച്ചയാളുടെ തെറ്റല്ല, എന്റെ മാത്രം തെറ്റാണ്. ജെറമിയ ചാപ്റ്റർ 29 വേഴ്സസ് 11 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് ഇന്ന് സന്ധ്യയിൽ നമ്മളോട് പറയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. ശുഭഭാവി എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ഭാവി, വരാൻ പോകുന്ന ജീവിതം വളരെ ഓസം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, മാർവലസ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അല്ലെങ്കിൽ സമാധാനമുള്ളവർ, സന്തോഷമുള്ളവർ, കൃപയുള്ളവർ എന്നൊക്കെ കേൾക്കാനാണ് നമ്മൾ, അല്ലെ? ശുഭഭാവി, നല്ല ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ ഞാൻ കർത്താവാണ്. കർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾ ഒരു ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൻ എന്ന നിലയിൽ മക്കളെക്കുറിച്ച്, അമ്മ എന്ന നിലയിൽ കുടുംബ ജീവിതത്തെക്കുറിച്ച്, മക്കൾ എന്ന നിലയിൽ പുതിയ ജോലിയെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ശുഭഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, അല്ലെ? ഇപ്പോഴുള്ള കമ്പനിയേക്കാൾ നല്ല ജോലി കിട്ടണമെന്നും ഇച്ചിരൂടി നല്ല വീട്ടിൽ താമസിക്കണമെന്നും അങ്ങനെ പല ആഗ്രഹങ്ങളുള്ളവരുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാനാണ്, കർത്താവാണ് നിന്നെക്കുറിച്ച് പേര് ചൊല്ലി വിളിച്ചിട്ട് പറയാണ് നമ്മളെക്കുറിച്ച്. ഡിയർ അബ്രഹാം, ഡിയർ ജേക്കബ്, ഡിയർ മാത്യു, ഡിയർ ലില്ലി, ഡിയർ ജെസ്സി, ഡിയർ ബിന്ദു, നമ്മളെ വിളിച്ചിട്ട് പറയാണ്, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ ഞാനാണ്. ഈ നിരൂപിക്കുന്ന നിരൂപണങ്ങളൊന്നും തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആയിരിക്കുന്നതെന്ന് യഹോവയുടെ അരുളപ്പാട്. താഴെ 12 വാക്യം പറയാണ്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കും. 13 വാക്യം പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ വരുമ്പോഴാണ്
ഞാൻ നിന്റെ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നത്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും ബ്ലസ് ചെയ്യണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരണം. 14-ാമത്തെ വാക്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അല്ല, നിങ്ങൾ എന്നെ വിട്ട് ഈ ലോകത്തിലെ പല സുഖത്തിലും ഇരുന്നിട്ട് വല്ലപ്പോഴും ഒന്ന് കുരിശ് വരച്ച് കിടന്നുറങ്ങുന്നേ ഉള്ളൂവെങ്കിൽ നീ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടവരുത്തും. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, ശോധനകളിൽ കൂടി കടന്നു പോകുമ്പോഴും അല്ലേ നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്ന കൂടുതൽ. അതൊരു കണ്ണുനീരിന്റെ ഉപ്പ് രസം നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് ദൈവത്തെ അറിയുന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്നവൻ ഞാനാണ്. ഐ ആം വിത്ത് യു, ഐ ആം യുവർ ലോർഡ്, ഐ ആം യുവർ ഗോഡ്. ഞാൻ നിന്റെ പിതാവാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞാൻ നിന്റെ അതിരുകളെ വിസ്താരമാക്കും. എല്ലാം ഞാൻ ചെയ്യും. പക്ഷേ നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ കുടുംബമായിട്ട് നീ എന്നെ അന്വേഷിക്കണം. അല്ലെങ്കിൽ ഞാൻ അതിനിടയ്ക്കിടയ്ക്ക് നിനക്ക് ഓരോ അവസരങ്ങൾ നൽകും, രോഗവും ദുഃഖവും പ്രതിസന്ധിയും. അപ്പോൾ നീ എന്റെ അടുത്തേക്ക് ഓടി വരും എന്ന് നമുക്ക് ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യമുണ്ട്. പുതിയ തലമുറയുടെ മുൻപിൽ ജീവിച്ച് കാണിക്കേണ്ട മാതൃകയുള്ള കുടുംബങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോഴുള്ള കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പണ്ടുള്ള കുടുംബങ്ങളൊക്കെ എത്ര പ്രാർത്ഥനയുള്ള വിശുദ്ധിയുള്ള കുടുംബങ്ങളായിരുന്നു, അല്ലെ? എന്നാൽ ഇപ്പോൾ ഉള്ള കുടുംബങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഉള്ള കുടുംബങ്ങളുടെ ദൗത്യമാണ് അവരുടെ നന്മകളെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുക എന്നത്. നമ്മളൊരു കണക്ടറാണ്, അല്ലെ? ഈ കാലത്തിൽ ജീവിക്കുന്ന നമ്മളുടെ കുടുംബം ഒരു കണക്ഷനാണ്. ഏതു നിന്ന്? സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുത്ത് നമ്മുടെ തലമുറയിലേക്ക് കൊടുക്കുന്ന നല്ല കണക്ടറാണ്, അല്ലെങ്കിൽ നല്ല പവർ ബാങ്കുകളായിരിക്കണം ഓരോ കുടുംബങ്ങളും. നമുക്കറിയാം, മൊബൈൽ ഉപയോഗിക്കുന്നവരാ നമ്മളെല്ലാം. പവർ ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ ചാർജ് തീർന്നു പോകുമ്പോൾ നമ്മൾ കയ്യിൽ പവർ ബാങ്കുകൾ കൊണ്ടു നടക്കും. എന്തിനു വേണ്ടി? എവിടെ വെച്ച് ചാർജ് തീർന്നു പോകുന്നു അവിടെ കണക്ഷൻ കൊടുക്കും, നമ്മൾ എന്നിട്ട് ചാർജ് ചെയ്യും. ഇതാണ് ഓരോ ക്രിസ്തീയ കുടുംബവും പുതിയ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കേണ്ടത്. വി ഷുഡ് ബിഹേവ് ലൈക്ക് ദ പവർ ബാങ്ക്. ദൈവത്തിൽ നിന്ന് എനർജിയെ എടുത്ത് പിതാക്കന്മാരിൽ നല്ല വിശ്വാസത്തെ പങ്കെടുത്ത് സ്വാംശീകരിച്ച് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കുന്ന നല്ല ക്രിസ്തീയ പവർ ബാങ്കുകളാകണം. ദൈവത്തിന്റെ ആത്മാവിനെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുവാൻ എനിക്കും എന്റെ കുടുംബത്തിനും സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം എന്താ? ഈ കാലത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, ഇതുപോലെ ഒരു കെട്ട കാലം, അല്ലെ? ഇതുപോലെ ഒന്നും ഈ നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് മഴയായിരിക്കാം, ചിലപ്പോൾ നാളെ വെയിലായിരിക്കാം, മറ്റന്നാൾ ചിലപ്പോൾ മഴയായിരിക്കും. ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര കാറ്റ്. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു ബാംഗ്ലൂരിലെയൊക്കെ പോലത്തെ ഒരു ഭയങ്കര ഒരു കാറ്റുള്ള സമയമില്ലേ അവിടെ, അതുപോലത്തെ ഒരു കാറ്റ്. എന്താണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രോഗങ്ങൾ, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ കൂടി കടന്നു പോവാണ്. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുതിയ ജനറേഷനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇത്രയും കള്ളത്തര പറയാവുന്ന ഒരു ജനറേഷൻ നമ്മൾ പറയുന്ന, അല്ലെ? ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിരിക്കും, അതിൽ കൂടുതൽ പേരും പബ്ജി കളിക്കായിരിക്കും, അല്ലെങ്കിൽ കുറച്ചു പേര് അവിടെ ഇരുന്ന് മെസ്സേജ് അയക്കായിരിക്കും. രാത്രിയും പകലൊന്നുമില്ലാതെ മുറിയിൽ നിന്ന് പുറത്തു പോലെ ഇറങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ഒരു പുതിയ തലമുറയുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ തലമുറയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രതയുള്ള തലമുറ. നമ്മൾ എപ്പോഴും പറയുന്ന ഭയങ്കര വക്രതയാ. എന്താണ് മനസ്സിനുള്ളിൽ നിന്ന് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ അവരെ കുറ്റം പറയുന്നതിന് മുൻപ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 14. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന്. ഇങ്ങനെയാണ് പറയുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? അത് നമുക്ക് പറയാൻ ഇഷ്ടമാണ്. പുതിയ ജനറേഷനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ നടുവിൽ ഇന്നിന്റെ മാതാപിതാക്കൾ കുടുംബത്തിൽ എന്താണ് ചെയ്യേണ്ടതാണ് ബാക്കി പറയുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ അനിന്യർ, നിന്നയില്ലാത്തവർ, മക്കളുടെ മുൻപിൽ നിന്നയില്ലാത്തവരാകണമെങ്കിൽ, പരമാർത്ഥികളാകണമെങ്കിൽ
ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആയി അവരുടെ മുൻപിൽ ജീവിക്കണമെങ്കിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോ മക്കൾ നമ്മളോട് ചോദിക്കും, വൈ ആർ യു പ്രേയിങ്? എന്തിനാണ്, അല്ലെ? ഒരു വാട്ട് ആർ യു പ്രേയിങ്? എന്താ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത്? യു കാൺ കൺട്രോൾ യുവർ സെൽഫ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? അവരുടെ നടുവിൽ നമ്മൾ സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. കുടുംബ ജീവിതത്തിൽ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. ഫാമിലി ഈസ് എ നെസ്റ്റ് ദാറ്റ് ഹാങ്ഡ് ഓൺ ദ വിൻഡ്, അല്ലെ? കാറ്റത്താടുന്ന ഒരു കിളിക്കൂട. ചെറിയൊരു വാക്ക് മതി മക്കൾ തെറ്റി അവരുടെ പാട്ടിന് പോവാൻ. അപ്പൊ അത്രയ്ക്കും കമ്മിറ്റ്മെന്റേ ഉള്ളൂ. അതിനെന്തു ചെയ്യണം? സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ കുടുംബങ്ങളിൽ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവിടെയാണ് ക്രിസ്തീയ കുടുംബ ബന്ധത്തിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ എല്ലാം ജീവിതത്തില് പല പിറുപിറുപ്പുകളുണ്ട്, അല്ലെ? നമ്മൾ ഇങ്ങനത്തെ ഒരു ജീവിതമല്ല ആഗ്രഹിച്ചത്, നമ്മൾ ഇങ്ങനൊരു മക്കളെ അല്ല ആഗ്രഹിച്ചത്, ഇങ്ങനൊരു ജീവിത പങ്കാളി അല്ല ആഗ്രഹിച്ചത്. അതുകൊണ്ട് എന്താണ്? പല പിറുപിറുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ മനുഷ്യനെയും സംബന്ധിച്ച് 2 ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പും, 2 ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും. അതിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ബന്ധം, എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം എങ്ങനെയാണ്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതിൽ തന്നെ 3 ടൈപ്പ് ആൾക്കാരുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇങ്ങനെ എപ്പോഴും സങ്കടമാണ്, എന്നെ എന്തെങ്കിലും ഒന്നിനും കൊള്ളില്ല, എനിക്ക് നിങ്ങളെ ഒന്നും പോലെ എഡ്യൂക്കേഷൻ ഇല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് കോംപ്ലക്സ് അടിച്ച് ജീവിക്കുന്നവര്. രണ്ടാമതൊരു കൂട്ടരുണ്ട്. എന്താണെന്നറിയോ? ബോസി നേച്ചറാണ്. എനിക്ക് മാത്രമേ ഇതെല്ലാം അറിയാവൂ. ഞാൻ പറയും, നീ പിള്ളേരും അനുസരിച്ചോണം. ഞാൻ പറയും, നിങ്ങൾ അനുസരിച്ചോണം. ഞാൻ പറയും, അപ്പായി അമ്മ അനുസരിച്ചോണം. അങ്ങനത്തെ വേറൊരു ടൈപ്പ് ആൾക്കാര്. മൂന്നാമത്തെ ആൾക്കാർ എങ്ങനെയാണെന്നറിയാമോ? എല്ലാവരെയും കേൾക്കാനും എല്ലാവരെയും ആശ്വസിപ്പിക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും കഴിവുള്ളവർ. ഇതിൽ ഏതാണ് ഞാൻ? ഒരു കുടുംബത്തിൽ ഞങ്ങൾ പലരും കൂടി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ്, അല്ലെ? ഇതിൽ ഏത് നേച്ചറാണ് എന്റേത്? കർത്താവ് എന്താ പറയുന്നതെന്നറിയോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയാ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മൾ പറയും ഉപ്പ് ടേസ്റ്റ് മേക്കറാണ്. ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടേസ്റ്റ് നൽകുന്ന അല്ല. ഉപ്പ് ഏത് വസ്തുവിലേക്ക് ഇട്ടാലും ഉപ്പ് ലയിച്ചു ചേരും, അല്ലെ? അത് മെൽറ്റ് ചെയ്ത് ആ കറിയുടെ ടേസ്റ്റ് മേക്കറായി മാറുകയാണ് ചെയ്യുന്നത്. ടേസ്റ്റ് തരുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ടത്? മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഞാൻ ആയിരിക്കുന്ന സ്ഥലം ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചെന്നല്ല. എക്സ്പെക്ടേഷൻസിന്റെ മൗണ്ടനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങണം. പിറുപിറുപ്പുകളെ ഒഴിവാക്കിയിട്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഒന്ന് എണ്ണി നോക്കുകയെ. എത്രയോ പേർക്ക് ജീവിത പങ്കാളി ഇല്ലാത്തപ്പോൾ, എത്രയോ പേർക്ക് മക്കളില്ലാത്തപ്പോൾ, എത്രയോ പേർക്ക് ജോലി ഇല്ലാത്തപ്പോൾ, എത്രയോ പേർക്ക് ആരോഗ്യം ഇല്ലാത്തപ്പോൾ, എത്രയോ പേർക്ക് അന്ധരായിരിക്കുമ്പോൾ, എത്രയോ പേർക്ക് ചെവി കേൾക്കാത്തപ്പോൾ കർത്താവിനെ ഈ ഭൂമിയിൽ നിർത്തിയിട്ടുണ്ടല്ലോ. അത് തന്നെ അവന്റെ കൃപയല്ലേ? നമ്മൾ ഉപ്പ് പോലെ ലയിച്ചു ചേരണം. 2, ടേസ്റ്റ് മേക്കറാണ് ഉപ്പ്, അല്ലെ? ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്റെ സംസാരം, എന്റെ പ്രവൃത്തി, എന്റെ ദേഷ്യം ഒക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ എന്റെ വീട്ടിൽ എന്താവുന്നുള്ളൂ? ഞാൻ എന്റെ വീട്ടിലൊരു ടേസ്റ്റ് മേക്കർ ആവുന്നുള്ളൂ. എന്റെ സംസാരങ്ങൾ, എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് രുചി വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. 3, ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആണ്, അല്ലെ? ഒരു പ്രിസർവേറ്റീവ് ആണ്. അതുകൊണ്ടാണ് അച്ചാറിലും ഉപ്പേരിയിലും ചിപ്സിലും ഒക്കെ നമ്മൾ ഒത്തിരി ഉപ്പ് വാരിയിടുന്നത്, അല്ലെ? അതൊരു പ്രിസർവേറ്റീവ് ആണ്. എന്റെ ജീവിതത്തിൽ ഒരു പ്രിസർവേറ്റീവ് ആവാൻ, എന്റെ കുടുംബത്തെ പ്രിസർവ് ചെയ്യാൻ, എന്റെ സഭയെ, എന്റെ വിശ്വാസത്തെ ഒക്കെ കാത്തു പരിപാലിക്കുവാൻ, അതിന്റെ നന്മയെ ഉൾക്കൊള്ളുവാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? എന്റെ ഇൻട്രാപേഴ്സണൽ റിലേഷൻ എങ്ങനെയാണ്? എനിക്ക് എന്നോടുള്ള ബന്ധം. കർത്താവ് എത്ര കുറവുകളോടുകൂടിയാണ്. ചിലപ്പോൾ ജീവിത പങ്കാളി കുറ്റപ്പെടുത്തുമായിരിക്കും, ചിലപ്പോൾ മക്കൾ ഒറ്റപ്പെടുത്തുമായിരിക്കും, ചിലപ്പോൾ അമ്മായിയമ്മ നമ്മളെ ബ്ലെയിം ചെയ്യുമായിരിക്കും. എന്നിരുന്നാലും ഭാര്യ ഉപേക്ഷിച്ചാലും ഭർത്താവ് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം ഞാനുണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവ, നീ എന്റേതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല, നീ തീ കൂടി നടക്കുമ്പോൾ അത് നിന്നെ വെന്തു പോകുകയില്ല. ബിക്കോസ് ഐ ആം യുവർ ലോർഡ് ആൻഡ് ഗോഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ശബ്ദം കേട്ട് ജീവിക്കാൻ ധൈര്യം ഉണ്ടാകണം കുടുംബത്തിൽ. 2, ഇന്റർപേഴ്സണൽ റിലേഷൻ, എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം. ഈ മറ്റുള്ളവരോടുള്ള ബന്ധം എന്ന് പറയുമ്പം നമ്മൾ പറയും റൈറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഹോം ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ് ബൈ ഹീറ്റേഴ്സ്. ഹീറ്ററോ AC ഒന്നുമല്ല നല്ല റൈറ്റ് ടെമ്പറേച്ചർ കുടുംബത്തിൽ കൊടുക്കുന്നത്. പിന്നെന്താണ്? വാം ഹാർട്ട് ആൻഡ് കൂൾ മൈൻഡ് ആണ്. വാം ഹാർട്ട് ആൻഡ് കൂൾ മൈൻഡ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, കർത്താവെ
കുറവുകളോടുകൂടി എന്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാവുന്നത്. 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്കൊരു കുടുംബത്തെ കാണാൻ സാധിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ ആ കുടുംബത്തിലുണ്ട്. അത് അബിഗേൽ നാബാലിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കുടുംബത്തിലെ നാബാലിനെ കുറിച്ച് പറയുന്നത് അവൻ കാലേബ് വംശകനായിരുന്നു, അവൻ ധനികനായിരുന്നു, എന്നാൽ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ഭോഷനുമായിരുന്നു. അവന്റെ ഭാര്യയായ അബിഗേലോ വിവേകമതിയും സുന്ദരിയുമായിരുന്നു. ആ 25-ാം പാഠഭാഗം 1 ശമൂവേൽ 25-ാം ഭാഗത്തിൽ പറയുന്നത് മുഴുവൻ നാബാൽ ഒരു വലിയ വിരുന്ന് കഴിക്കുകയാണ്. ആടിന് രോമം കത്തിരിക്കുന്ന വിരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ വാർത്ത അറിഞ്ഞ് ദാവീദിന്റെ ആട്ടിടയന്മാർ നാബാലിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അത് കണ്ട് നാബാൽ വളരെ പുച്ഛത്തോടുകൂടി അവരെ ഇറക്കി വിടുകയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ദാവീദിന്റെ ഇടയന്മാരാണ്. അപ്പം അഹങ്കാരത്തോടെ നാബാൽ ചോദിക്കുകയാണ്, ദാവീദ് ആരാ? അവന്റെ ഇടയന്മാർക്ക് ഇവിടെ എന്ത് കാര്യം? അങ്ങനെ അവരെ ഇറക്കി വിടുകയാണ്. ഇത് കണ്ട് നാബാലിന്റെ പരിചാരകർ നാബാലിന്റെ ഭാര്യയായ അബിഗേലിനോട് പറയാണ്, നമ്മളുടെ ഇടയന്മാർ അവരുടെ പ്രദേശത്തായിരുന്നപ്പോൾ ദാവീദ് അത്രേ അവരെ കരുതിയിരുന്നത്, അവർക്ക് കാവൽ നിന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻസൾട്ട്, ഈ ഒരു കളിയാക്കൽ അവർ സഹിക്കുകയില്ല. ദാവീദ് പടയുമായിട്ട് ഇങ്ങോട്ട് വരും നിശ്ചയം. അബിഗേൽ വിവേകമതിയും സുന്ദരിയും ഒക്കെ ആയിരുന്നല്ലോ. അബിഗേൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളുടെ കഴുതയ്ക്ക് കോപ്പ് കെട്ടി മുന്തിരിച്ചാറും മുന്തിരി അടയും ആവശ്യമുള്ള സാധനങ്ങൾ, മുന്തിരിക്കുലയും ഒക്കെ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും തന്റെ കഴുതയുടെ മേൽ വെച്ച് ദാവീദിനെ കാണാൻ അങ്ങോട്ട് പോവുകയായിരുന്നു. ദാവീദിനെ കാണാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് പോകുന്ന വഴിയിൽ വെച്ച് അബിഗേൽ കാണുകയാണ് ദാവീദ് പടയൊരുക്കവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അബിഗേൽ ചാടി ഇറങ്ങി ക്ഷമ പറഞ്ഞെങ്കിലും ദാവീദ് തയ്യാറായില്ല. ഒടുവിൽ അബിഗേല് ദാവീദിന്റെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ പേര് നാബാൽ. നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭോഷൻ എന്നല്ലേ? പ്രഭു, അവിടുന്ന് അടിയനോട് ക്ഷമിക്കണമേ, അടിയന്റെ മേൽ കുറ്റം ചുമത്തണമേ, അടിയന്റെ വംശത്തെ നശിപ്പിച്ച് കളയരുതേ എന്ന് കാലയിൽ വീണ് ദാവീദിനെ വിടാതെ പിടിച്ചു. ദാവീദ് എത്രയും സമ്മതിച്ചില്ല. അബിഗേൽ പിടിവിടാതെ മുറുക്ക പിടിച്ചു. അബിഗേലിന്റെ വിവേകം കണ്ടിട്ട് ദാവീദ് അബിഗേലിനെ നോക്കിയിട്ട് പറയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം, നിന്റെ വിവേകം സ്തുത്യം. അങ്ങനെ ദാവീദ് പട നിർത്തിവെച്ച് ഈ സ്വീകരണങ്ങളെയൊക്കെ സ്വീകരിച്ച് തിരികെ പോവുകയാണ്. അബിഗേൽ വീട്ടിലേക്ക് വരുമ്പോൾ നാബാൽ കുടിച്ചുന്മത്തനായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അബിഗേൽ ഒന്നും മിണ്ടിയില്ല. അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് അബിഗേലിനറിയാം, കാരണം വിവേകമുള്ളവളായിരുന്നു. പിറ്റേ പ്രഭാതത്തിൽ അബിഗേൽ നടന്ന കാര്യമെല്ലാം പറഞ്ഞപ്പോൾ നാബാൽ പേടിച്ചുപോയി. ദാവീദ് തലേദിവസം വന്നിരുന്നെങ്കിൽ എല്ലാവരും ഉന്മത്തരായി കിടക്കണ കുലം മുഴുവൻ നശിപ്പിച്ചേനെ. എന്നാൽ യഹോവ നാബാലിനോട് ഇടപെട്ടു. യഹോവ നാബാലിന്റെ ജീവനെ തിരികെ എടുത്തു. അബിഗേലിന്റെ പ്രവർത്തനം കണ്ട് അബിഗേലിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് ദാവീദ് അബിഗേലിനെ തന്റെ രാജ്ഞിയാക്കുവാൻ ആജ്ഞ കൊടുത്തു. അബിഗേൽ അതിനെ തയ്യാറാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയോ? നമ്മളുടെ അബിഗേലിന്റെ ജീവിത പങ്കാളിയായ നാബാലിന് കുറവുകൾ ഉണ്ടായിരുന്നു. നാബാലിന്റെ വാക്കുകൾക്ക് കുറവുകൾ ഉണ്ടായിരുന്നു. അബിഗേൽ അവിടെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയല്ല ചെയ്തത്. ഒന്നും മിണ്ടാതെ എന്താണ് വേണ്ടതെന്നുള്ളത് എടുത്ത് ദാവീദിനെ കാണാനാ പോയത്. ഒരു വീട്ടിലൊരു കുറവുകൾ ഉണ്ടെങ്കിൽ ഒത്തിരി ബഹളം വെച്ച് നാട്ടുകാരെ അറിയിച്ചത് കൊണ്ടോ വീട്ടുകാരെ അറിയിച്ചത് കൊണ്ടോ അയൽക്കാരെ അറിയിച്ചത് കൊണ്ടോ നാണം കെടാമല്ലാതെ യാതൊരു കാര്യമില്ല. കാരണം വിവേകമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കി അബിഗേൽ വേണ്ടതെല്ലാം എടുത്ത് ദാവീദിന്റെ കാലിലേക്ക് ചെല്ലുക ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മൾക്കും ഒരു രാജാവുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കുറവുള്ള ജീവിത പങ്കാളിയെ, കുറവുള്ള മക്കളെ, കുറവുള്ള മരുമക്കളെ, കുറവുള്ള കൊച്ചുമക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. അവരെ ഏറ്റെടുത്ത് അവർ കുറവുകളോടുകൂടി, കർത്താവെ, നീ എനിക്ക് തന്നിരിക്കുന്ന എന്റെ ജീവിത പങ്കാളിയെ കുറവുകളോടുകൂടി അംഗീകരിക്കാൻ എനിക്ക് സാധിക്കണമേ. കുറവുകളോടുകൂടി അയാളെ സ്വീകരിക്കാൻ, കുറവുകളോടുകൂടി അവളെ അംഗീകരിക്കുവാൻ, അവളുടെ ദേഷ്യത്തെ, അവളുടെ ശാഠ്യത്തെ അംഗീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അവരുടെ എടുത്തുചാട്ടത്തിൽ മേൽ കർത്താവ് ഇടപെടണമേ എന്ന് കർത്താവിന്റെ കാലിൽ വീഴുമ്പോൾ നമ്മളോട് പറയും, നിന്റെ വിവേകം സ്തുത്യം. പിതാവ് എന്ന നിലയിൽ നിന്റെ വിവേകം സ്തുത്യം, ഭാര്യ എന്ന നിലയിൽ നിന്റെ വിവേകം സ്തുത്യം, മക്കൾ എന്ന നിലയിൽ ആരാണോ നമ്മളെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ മാത്രമാണ് അവരിലെ അശുദ്ധി ഇല്ലാതായി തീരുന്നത്. കാരണം പരിശുദ്ധാത്മാവ് തീയാണ്. തീ ഒരു വസ്തുവിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ അശുദ്ധി ഇല്ലാതെയാകും. ആ വസ്തുവിൽ തിളങ്ങുന്നത് നല്ല സ്വർണമായിട്ട് തിളങ്ങും. അവരെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഇടുവിൽ നിന്ന് അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ
കുടുംബത്തിൽ മറ്റുള്ളവർക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ അബിഗേലിന് രാജ്ഞി പദവി കൊടുത്ത ദാവീദിനെ പോലെ നമ്മളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം കുടുംബത്തിൽ ഇറങ്ങി വരും. അങ്ങനെയാണ് പരസ്പരം കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. ഭവനത്തിൽ സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ ബാക്കി പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ മക്കളുമായി തീരേണ്ടതിന് സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. രണ്ടാമത് പറയുന്നു, ജീവന്റെ വചനം പ്രമാണിക്കണം. ഈ വചനം കേൾക്കല്ലാതെ ഈ വചനം പ്രമാണിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഈ വചനം പ്രമാണിക്കുന്ന കുടുംബം എങ്ങനെയായിരിക്കണം എന്നറിയോ? വചനം പ്രമാണിക്കുന്ന കുടുംബം ക്രിസ്തുവിന്റെ പത്രമായി തീരണം. നമ്മെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ വീട്ടിൽ വരുന്നവൻ ക്രിസ്തുവിനെ കാണണം. നമ്മോട് ഇടപെടുന്നവർ ക്രിസ്തുവിനോട് ഇടപെടണം. നമ്മെ കേൾക്കുന്നവർ പരസ്പരം ക്രിസ്തുവായി തീരാൻ, ക്രിസ്തുവിന്റെ പത്രമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സകല മനുഷ്യരും വായിക്കുന്നതും അറിയുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ. ഓരോ കുടുംബത്തെയും ചൂണ്ടിയിട്ട് പറയാണ്, സകലരും അറിയുന്ന പത്രം നിങ്ങൾ തന്നെ. സകലരും പോട്ടെ, നമുക്ക് പരസ്പരം വീട്ടിലറിയാമല്ലോ, ക്രിസ്തുവിനെ കാണുവാൻ മറ്റുള്ളവർക്ക് എന്നിൽ സാധിക്കുന്നുണ്ടോ? കാരണം വീണ്ടും 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നുണ്ട്, ഇത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ര എഴുതിയിരിക്കുന്നത്. കൽപ്പലകകളിലല്ല, ഹൃദയം എന്ന മാംസപലകളിൽ അത്ര എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ കുടുംബ ബന്ധങ്ങൾ മഷി കൊണ്ടല്ല എഴുതിയിരിക്കുന്നത്. പള്ളിയിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടല്ല നമ്മൾ ഭാര്യയും ഭർത്താവും ആയത്. അതൊരു തെളിവെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവാണ് 2 വ്യക്തികളെ ഒരുമിപ്പിച്ചത്. 2 വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്ട് അല്ല, മറിച്ച് 2 വ്യക്തികൾക്ക് ദൈവവുമായിട്ടുള്ള കോൺട്രാക്ട് ആണ്. അതുകൊണ്ടാണ് മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. കല്ലുപോലുള്ള ഹൃദയങ്ങളെയൊക്കെ മാംസളമായ ഹൃദയമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം ക്രിസ്തുവിന്റെ പത്രമായി തീരുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ആധുനിക കാലത്തെ പത്രം പോലെ കുറച്ച് പരസ്യങ്ങളും കുറച്ച് ദിവാലി ഓഫറുകളും കുറച്ച് സ്പോർട്സ് എന്റർടൈൻമെന്റ്സും കുറച്ച് ടൂറും കുറച്ച് ഔട്ട്സൈഡ് ഫുഡും ഒക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ തീർന്നു പോകും. മക്കളുടെ മുൻപിൽ പ്രത്യേകിച്ച് മാതൃകയൊന്നും കാട്ടാതെ മക്കള് തോന്നിയ വഴി ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറെ കരഞ്ഞിട്ട് എന്താണ് പ്രിയരെ പ്രയോജനമുള്ളത്? ഇതിന് എക്സാമ്പിൾ വേദപുസ്തകത്തിൽ തന്നെ കാണാം. ദൈവത്തിന്റെ പത്രങ്ങളെ നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാം. ഒന്ന് ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നത് തന്നെ ഒരു കുടുംബം എന്ന പത്രമാണ്. രണ്ടാമത്തെ പത്രം എവിടെയാണെന്നറിയോ? പുതിയ നിയമത്തിന്റെ ആരംഭമാണ്. പുതിയ നിയമം എന്ന പുസ്തകം തന്നെ ആ ഒരു പത്രമാണ്. അപ്പൊ ഒന്നാമത്തെ പത്രം ഏതാണെന്ന് മനസ്സിലായി കാണും, ഏദൻ എന്ന പത്രം. രണ്ടാമത്തെ പത്രമോ നസ്രത്ത് എന്ന പത്രം. മൂന്നാമത്തെ പത്രം ഏതാണെന്നറിയോ? നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുപേരങ്ങ് ഓർത്താൽ മതി, നമ്മുടെ ഹൗസ് നെയിം അങ്ങ് ഓർത്താൽ മതി. ക്രിസ്തുവിന്റെ മൂന്നാമത്തെ പത്രം, ദൈവത്തിന്റെ മൂന്നാമത്തെ പത്രം എന്റെ കുടുംബമാണ്. എന്നാൽ ആദ്യത്തെ ഈ 2 പത്രവുമായിട്ട് ഏത് പത്രവുമായിട്ടാണ് എന്റെ കുടുംബത്തിന് കൂടുതൽ കമ്പാരിസൺ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. ഏദനിലെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദിയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ യഹോവയാം ദൈവം ആദാമിന് ഏദനിൽ കൊടുത്തു. വളരെ ഹാപ്പി ആയിരുന്നു. ഓരോ ഈവനിങ്ങിലും യഹോവ എന്ന് ചോദിക്കും, ആദാം ആദാം നീ എവിടെ? അപ്പൊ ആദാം ഓടിച്ചെന്നിട്ട്, യെസ് മൈ ലോർഡ്, ഐ ആം ഹിയർ, അല്ലേ, എന്റെ ബ്യൂട്ടിഫുൾ വൈഫ് ദേണ്ടിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അല്ലായിരുന്നു നമ്മളും കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ ഓഫീസിൽ പോകാൻ പോലും താല്പര്യമില്ല. ഇപ്പൊ എന്താണ്, ഓഫീസിൽ നിന്ന് വരാൻ പോലും നമുക്ക് വലിയ താല്പര്യം ഇല്ല. ആ അവസ്ഥയാണ്. കാരണം എന്തായിരുന്നു? എന്നാൽ ആദാമും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ആദാം അനുസരണക്കേട് കാണിച്ചപ്പോൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു, ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു, ദൈവസന്നിധിയിൽ സ്വയം നീതീകരിച്ചു, ദൈവസന്നിധിയിൽ ജീവിത പങ്കാളിയെ പഴിചാരിക്കൊണ്ടേയിരുന്നു. 5 കാര്യങ്ങളാണ് അവിടെ ഏദനിൽ സംഭവിച്ച പരാജയം. ഏദൻ എന്ന പത്രത്തിൽ സംഭവിച്ച പരാജയം: 1, അനുസരണക്കേട് കാണിച്ചു; 2, അത് മറച്ചു വെച്ചു; 3, ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു; 4, സ്വയം നീതീകരിച്ചു; 5, ജീവിത പങ്കാളിയെ പഴിചാരി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ തെറ്റുകൾ ചെയ്തിട്ടും ദൈവസന്നിധിയിൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ അനുസരണക്കേട് കാണിക്കാറില്ലേ?
പരസ്പരം ദൈവസന്നിധിയിൽ മറച്ചു വെച്ച് പ്രാർത്ഥിക്കാറില്ലേ? ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും കാണില്ല എന്ന് ഒളിച്ചിരിക്കാൻ ശ്രമിക്കാറില്ലേ? പലപ്പോഴും വഴക്കുണ്ടാക്കുമ്പോൾ സ്വയം നീതീകരിക്കാറില്ലേ? പലപ്പോഴും ശരിയാണ് ജീവിത പങ്കാളിയുടെ മേൽ പഴി ചാരാറില്ലേ? കുടുംബത്തിൽ പല മതിലുകളും രൂപപ്പെടാറില്ലേ? മതിലുകളെ മാറ്റി പാലങ്ങളെ പണിയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? മതിലുകളുടെ പ്രത്യേകത എന്താണ്? ഇപ്പുറം അപ്പുറം കാണില്ല. പാലങ്ങളുടെ പ്രത്യേകതയോ ഒരു വശത്തു നിന്ന് കയറിയാൽ മറുവശത്തേക്ക് ഇറങ്ങാം, മറുവശത്തു നിന്ന് കയറിയാൽ ഈ വശത്തേക്ക് ഇറങ്ങാം. എന്നാൽ പലപ്പോഴും പലരുടെയും ഹൃദയങ്ങൾ തമ്മിൽ മതിലുകളായി മാറിയിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കാറുണ്ടോ നമ്മള്? ഈ പത്രമായി തീരുകയാണോ നമ്മൾ? രണ്ടാമത്തെ പത്രം ഏതാണ്? നസ്രത്തിലെ പത്രമാണ്. നസ്രത്ത് എന്ന പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒന്ന്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരുന്നു അവർ. ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ ആലോചന അവർ ഏറ്റെടുത്തത്. രണ്ട്, ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നവരായിരുന്നു അവർ. മൂന്ന്, ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു അവർ. നാല്, ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തുന്നവരായിരുന്നു അവർ. ഇങ്ങനെയായിരുന്നു നസ്രത്തിലെ പത്രം. നസ്രത്തിലെ പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒന്ന്, അവർ ദൈവസന്നിധിയിൽ രണ്ടുപേരും ഇരിക്കുന്നവരായിരുന്നു. കാരണം മറിയാമിനെ സംബോധന ചെയ്തത് എന്താണ്? കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപ നിറഞ്ഞവളെ എന്നാണ്. ഒരിക്കലും ദൂതൻ വെറുതെ, നിങ്ങളൊക്കെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട്, ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ആമസോണിലെ ആമസോൺ ബോയ് അല്ലെങ്കിൽ സ്വിഗ്ഗി ബോയ് ഫുഡുമായിട്ടൊക്കെ ആപ്പുമായിട്ട് എന്തായിട്ട് വരുമ്പോൾ ഒരിക്കലും നമ്മുടെ പെറ്റ് നെയിം വിളിക്കാറില്ല. ഏത് നെയിമേ വിളിക്കാറുള്ളൂ? ഈ സെന്റർ എന്താണോ അഡ്രസ്സിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ? സെന്റർ എന്താണോ അഡ്രസ്സിൽ എഴുതിയിരിക്കുന്നത്, ആർ യു മിസ്റ്റർ മാത്യു, ആർ യു മിസ്സസ് ലില്ലി എന്നല്ലേ ചോദിക്കാറ്? അതുപോലെ തന്നെ അപ്പം ഈ സെന്റർ ആയ ദൈവം തമ്പുരാൻ, പിതാവാം ദൈവം എഴുതിയിരുന്ന അഡ്രസ്സാണ് ആര് വായിച്ചത്? മെസ്സഞ്ചർ വായിച്ചത്. മെസ്സഞ്ചർ എന്താ വിളിച്ചത്? കൃപ നിറഞ്ഞവളെ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നമ്മളെയും നോക്കി ദൈവത്തിന് കൃപ നിറഞ്ഞവനെ, കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കാൻ സാധിക്കാൻ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, അവർ ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞു. നമ്മളായിരുന്നു ഇറങ്ങി ഓടിയാനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെ? ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞു മാത്രമല്ല, ദൈവ ശബ്ദം അനുസരിക്കാൻ തയ്യാറായി. അവരനുസരിക്കാൻ തയ്യാറായി. പലപ്പോഴും ജീവിതത്തിന്റെ പല കഷ്ടതകളും പിന്നീടുള്ള നേട്ടത്തിനാണെന്നൊക്കെ വികാരി അച്ഛൻ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ പറയാം, അച്ഛനങ്ങ് പറഞ്ഞേച്ചാൽ മതി, ഇത് എന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ്, അല്ലെ? എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. ഇപ്പോൾ നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? ഈ കഷ്ടതയിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് എന്ന് നീ അറിയും എന്ന് പറയുന്ന അനുഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമുക്ക് നസ്രത്തിൽ കാണാം, അവർ ജീവിത പങ്കാളിയെ പരസ്പരം ചേർത്ത് നിർത്തി. മറിയാമിനെ തള്ളിപ്പറയല്ല യൗസേപ്പ് ചെയ്തത്, ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അവർ ഏതൊരു അവസരത്തിലും ഒന്നിച്ചിരുന്നവരാണ്. അന്ന് സത്രങ്ങളിൽ അന്വേഷിച്ചു, വലിയ വലിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഒന്നും അവർക്കൊരു മശിഹായെ പ്രസവിപ്പാൻ സ്ഥലം കിട്ടിയില്ല. കാലിത്തൊഴുത്തിൽ യൗസേപ്പ് കാട്ടിക്കൊടുത്തപ്പോൾ മറിയാം പറഞ്ഞു, ഇത് മതി എന്ന്. അല്ലെ? ഉള്ളത് മതി എന്ന് പറയുന്ന ഒരു കുടുംബത്തെ നമുക്ക് നസ്രത്ത് എന്ന പത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളുടെ ഏതൊരു കാര്യവും റെപ്പിറ്റേഷൻ ആണ്. അതിൽ ആദ്യം കാണുന്നത്, നമുക്ക് ആദ്യത്തെ കുടുംബത്തിലേക്ക് പോവാം, ഏദൻ കുടുംബത്തിലേക്ക് പോവാം. ഏദൻ കുടുംബം റിപ്പീറ്റ് ചെയ്യുന്ന എവിടെയാണ്? അവരുടെ മക്കളിലാണ്. കയീൻ എന്ത് ചെയ്തു? കയീൻ ദൈവസന്നിധിയിൽ അവനെല്ലാം കൊടുത്ത ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അനുസരണക്കേട് കാട്ടി. അവനെ കുറിച്ച് എന്താണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്? കയീനിലും അവന്റെ വഴിപാടിൽ മാത്രമല്ല കയീനിലും ദൈവം പ്രസാദിച്ചില്ല. ബിക്കോസ് അവൻ അനുസരണക്കേട് കാട്ടി. എന്നിട്ട് അത് ദൈവസന്നിധിയിൽ മറച്ചു വെച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ലത് കാഴ്ച എന്ന രീതിയിൽ അവൻ അഭിനയിച്ചു, അല്ലെ? മറച്ചു വെച്ചു. അവൻ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു. അവൻ അവന്റെ സഹോദരന്റെ മേൽ പഴിചാരി. അവൻ സ്വയം നീതീകരിച്ചു. എങ്ങനെ അവന്റെ മാതാപിതാക്കൾ ചെയ്തുവോ അത് തന്നെ അവൻ റിപ്പീറ്റ് ചെയ്തു. വാട്ട് അബൌട്ട് നസ്രത്ത്? നസ്രത്തിലേക്കൊന്ന് വന്ന് നോക്കിയേ. നസ്രത്തിന്റെ പത്രത്തിന്റെ അടുത്ത നെക്സ്റ്റ് എഡിഷൻ എങ്ങനെയായിരുന്നു? ജീസസ് ആയിരുന്നു ആ എഡിഷൻ, അല്ലെ? കർത്താവ് എന്തു ചെയ്തു? അനുദിനം ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നവനായിരുന്നു പുത്രൻ തമ്പുരാൻ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ പറഞ്ഞു. ഹി കെയിം, അല്ലെ? കർത്താവ് വന്നു. അനുദിനം ഭൂമിയിലായിരുന്നപ്പോഴും ദൈവപുത്രനായിരുന്നിട്ട് പോലും അവൻ സമയം കണ്ടെത്തി. അപ്രകാരമുള്ള തലമുറയെ കിട്ടണമെങ്കിൽ അപ്രകാരമുള്ള മാതാപിതാക്കൾ ഉണ്ടാകണമെന്ന് നസ്രത്ത് എന്ന പത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, അവർ ദൈവശബ്ദത്തെ അനുസരിച്ചു. തന്റെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും ഒക്കെ കർത്താവ് ദൈവത്തെ അനുസരിച്ചു. പിന്നെ എന്തു ചെയ്തു? അവൻ ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തി. അപ്പനും അമ്മയും പരസ്പരം ചേർത്ത് നിർത്തിയപ്പോൾ അവൻ ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തി. ദൈവത്തെ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ചു? പരിശുദ്ധ
ദൈവമാതാവ് അവിടെ പറയാണ്, ദൈവത്തെ പ്രസവിച്ച മറിയാം അവിടെ പറയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനമൊക്കെ എന്നിൽ ഭവിച്ചോട്ടെ, സാരമില്ല സാരമില്ല, ദൈവഹിതം അനുസരിപ്പാൻ ഞാൻ തയ്യാറാണെന്ന്. അതെവിടെ റിപ്പീറ്റ് ചെയ്തത്? അത് റിപ്പീറ്റ് ചെയ്തത് 33 വർഷങ്ങൾക്ക് ശേഷം ഗത്സമനയിലാണ്. പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അമ്മയെ പോലെ തന്നെ അത് ആവർത്തിച്ചു. വീണ്ടും വീണ്ടും കാണുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ അരയിൽ കച്ചകെട്ടി അവരുടെ കാലോളം താന്നിരുന്നു. അവരുടെ പാദം കഴുകിയിട്ട് പറയാ, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു. കുടുംബങ്ങളിൽ പരസ്പരം ശുശ്രൂഷ ചെയ്ത് വളരുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും ശുശ്രൂഷ മനോഭാവമുള്ള മനുഷ്യരായി തീരും, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരണം. കുടുംബത്തിൽ പരസ്പരം, അവിടെ കുടുംബത്തിൽ നാഥനും നാഥയൊക്കെ ഉണ്ട്, പക്ഷെ കുടുംബത്തിൽ ആരും ബോസ് അല്ല. ഏറ്റവും വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനായിട്ട് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, ഫാദർ ഇസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, മദർ ഇസ് ദ ഹാർട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ചിൽഡ്രൻ ദ ഹോപ്പ് ഓഫ് ദ ഫാമിലി എന്ന്. അപ്പൻ കുടുംബത്തിന്റെ തലയാണ്. ക്രിസ്തു സഭയുടെ തലയായതിനാൽ അപ്പൻ കുടുംബത്തിന്റെ തലയാണ്. ആരാണ് തലയായിട്ട് അപ്പനെ അംഗീകരിക്കേണ്ടത്? അമ്മയാണ്. അമ്മ അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ മക്കളും അംഗീകരിക്കണം. എന്ത്? അപ്പൻ കുടുംബത്തിന്റെ തലയാണ്. ഹീസ് നോട്ട് ദ ബോസ്, പക്ഷെ കുടുംബത്തിന്റെ തലയാണ്. അപ്പൊ അമ്മ ആരാണ്? അവിടുത്തെ കുക്കാണോ? അല്ല, അമ്മ അവിടുത്തെ ഹാർട്ടാണ്, കുടുംബത്തിന്റെ ഹാർട്ടാണ്. ഈ ഹാർട്ടിനും തലയ്ക്കും തമ്മിലൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇതിലേതെങ്കിലും ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ കോമ സ്റ്റേറ്റിലായി പോകും. ഇതിലേതെങ്കിലും ഒന്ന് ഡൗൺ ആയിപ്പോയാൽ നമ്മൾ കോമയായിട്ട് ഇരിക്കും, അല്ലെ? ഇതിൽ രണ്ടിന് നിശ്ചലമായാലും നമ്മുടെ ജീവൻ അപകടത്തിലാണ്. അമ്മ കുടുംബത്തിന്റെ ഹൃദയമാണ്. ഹൃദയം വളരെ സെൻസിറ്റീവ് ആണ്, അല്ലെ? ഹൃദയമായിട്ട് അമ്മയെ അംഗീകരിക്കുവാൻ, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്ന് ആദാം പറഞ്ഞതുപോലെ കുറവുകളോടുകൂടി ഭാര്യയെ, വയ്യാഴികകളോടുകൂടി ഭാര്യയെ സ്നേഹിക്കുവാൻ, കരുതുവാൻ അപ്പന് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും മക്കളും, അപ്പൻ മക്കളുടെ മുന്നിലിട്ട് അമ്മ ഇൻസൾട്ട് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ മക്കൾ ഈസി ആയിട്ട് അമ്മയെ ഇൻസൾട്ട് ചെയ്യും. അമ്മ കുടുംബത്തിന്റെ ഹൃദയമായിരിക്കണം. അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മക്കൾ, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് സദൃശ്യവാക്യക്കാരൻ പറയുന്നത്. അമ്മയെ കരയിക്കുന്നവന്റെ കണ്ണ് കാക്ക കുത്തി പൊട്ടിക്കണമെന്നാണ്, അല്ലെ? അങ്ങനെയെങ്കിൽ അമ്മ കുടുംബത്തിന്റെ ഹൃദയമായിരിക്കണം. മക്കളോ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കണം. എന്നാൽ മക്കളെ പോലെ തന്നെയാണ് കേട്ടോ വന്ന് കയറുന്ന മരുമക്കളും. മരുമക്കൾ എന്നൊരു വാക്കില്ല, മക്കളാണ്. അവരെ മക്കളോടൊപ്പം സ്നേഹിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? അവരെ എപ്പോഴും സെക്കൻഡ് കാറ്റഗറി ആയിട്ട് കാണാറുണ്ടോ? പല കാര്യങ്ങളിലും അങ്ങനെ ഒരു വേർതിരിവുണ്ടെങ്കിൽ അത്ര മാത്രമേ അവരിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കാവൂ. അവരിൽ നിന്ന് ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊടുക്കുന്നതേ കിട്ടൂ, വിതയ്ക്കുന്നതേ കിളിർക്കൂ, കിളിർക്കുന്നതേ കായ്ക്കൂ, കായ്ക്കുന്നതേ നമുക്ക് വീണ്ടും അനുഭവിക്കാൻ പറ്റൂ, അല്ലെ? മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മരുമക്കളെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ എല്ലാം കുടുംബം ഇമ്പമുള്ള കുടുംബമായി തീരുന്നത്. നമ്മളുടെ ജീവിതം ജീവന്റെ വചനം പ്രമാണിക്കുന്ന കുടുംബമാകണം. ഓരോ കുടുംബങ്ങളും ശുശ്രൂഷ കേന്ദ്രമായി തീരണം. പ്രാർത്ഥന എന്ന ശുശ്രൂഷ നമ്മുടെ ഭവനത്തിൽ ചിട്ടയായിട്ടുണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാർത്ഥിക്കുന്നതാ ക്രിസ്തീയ കുടുംബങ്ങളുടെ പാരമ്പര്യം. ഏത് സഭയാണെന്നോ ഏത് ഇതാണെന്നൊന്നും അല്ല. പണ്ടത്തെ കാലത്ത് ക്രിസ്ത്യാനികളുടെ ഒറ്റ അടയാളമായിരുന്നു എന്ത്? പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒന്നിച്ച് ഇരുന്നുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, കൂട്ടമായ ആരാധന. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ്? ഇതിനെ പകരം വെക്കാൻ എത്ര ബിസി ലൈഫിനും പാടില്ല. കാരണം എന്താണെന്നറിയോ? കാര്യത്തോടെടുക്കുമ്പോൾ ദൈവം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ കുടുംബത്തിനുള്ളൂ. അതുകൊണ്ട് എന്റെ പേഴ്സണൽ പ്രയർ എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഓർഡർ കൊടുക്കുന്ന പോലെ സ്വർഗത്തിലോട്ട് നോക്കി കുറച്ച് ഓർഡർ കൊടുക്കും. ഈ ഓർഡർ ഒക്കെ റിസീവ് ചെയ്യും. ഓ താങ്ക് യു ഗോഡ്, യു ആർ സച്ച് എൻ ഓസം ഗോഡ്. അതാണോ എന്റെ പ്രാർത്ഥന? അതായിരിക്കരുത്. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നതായിരിക്കണം പേഴ്സണൽ പ്രയർ. എപ്പോഴും നമുക്ക് പേഴ്സണൽ ആയിട്ടൊരു റിലേഷൻ മാതാപിതാക്കൾ കാട്ടിക്കൊടുക്കണം മക്കൾക്ക്. നമ്മുടെ ദൈവത്തെ പോലെ ഒരു നല്ല ദൈവമില്ല എന്ന് കാട്ടിക്കൊടുക്കണം. നമ്മുടെ കർത്താവിനെ പോലെ ഒരു നല്ല ദൈവമില്ല, അവൻ 1000 സൂര്യനേക്കാൾ വലുതാണ്. പുരാതന ദൈവം നിന്റെ സങ്കേതമാണ്, കീഴേ ശാശ്വത ഭുജം, ആകാശത്തിന്റെ മറ നീക്കി അവൻ എന്നോട് കൂടെയുള്ള ദൈവമാണെന്ന് കാട്ടിക്കൊടുക്കണം. പിതാക്കന്മാരെ മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവമാണെന്ന് കാട്ടിക്കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മക്കളുടെ മുൻപിൽ ദൈവത്തെ കാട്ടിക്കൊടുക്കുന്ന പേഴ്സണൽ പ്രയർ ഉണ്ടായിരിക്കണം. 2,
കുടുംബ പ്രാർത്ഥന മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ കുടുംബ പ്രാർത്ഥനയുള്ള മുഴുവൻ കുടുംബങ്ങളും, പണ്ടൊക്കെ നോക്കിക്കേ, ഒന്നുമില്ലാതെ കിടന്ന പലരും ഇന്ന് ഭയങ്കര നല്ല സൗകര്യത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ആ മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല എന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കുടുംബങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പലർക്കും ചിരി വരുമായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, പക്ഷേ സ്വർഗത്തിൽ മാലാഖമാർ സന്തോഷിക്കും. സ്വർഗത്തിൽ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ അവർ നമ്മൾക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് പാട്ടുപാടും. നമ്മുടെ പാട്ടിനോട് ചേർന്ന് അവർ പാട്ടുപാടി സ്വർഗത്തിൽ അവരുടെ പാട്ടിനോടൊപ്പം നമ്മുടെ ശബ്ദവും ചെല്ലും. കുടുംബ പ്രാർത്ഥനയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയും മക്കള് കണ്ടു പഠിക്കണം. 3 കൂട്ടമായ ആരാധന. ഇനിയിപ്പോ വലിയൊരു ചോദ്യമുള്ളൊരു കാര്യമാണ്, ഈ കൂട്ടമായ ആരാധനയുടെ ആവശ്യമുണ്ടോ? ഈ 2 വർഷക്കാലം ഓൺലൈൻ പ്രയർ സ്വീകരിച്ച ദൈവം ഇനി എന്നെ ഓൺലൈൻ അങ്ങ് കട്ട് ചെയ്യൂ? ഈ കൂട്ടപ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ചർച്ചിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇതാവുമ്പോ കിച്ചണിൽ ഓൺ ചെയ്ത് വെച്ച് ടൊമാറ്റോ അരിയാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്താ അമ്മാമ്മയ്ക്ക് അങ്ങനെ അറിയാം, അച്ചായനാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ അടുക്കി പുറക്കുന്ന സമയത്ത് കുർബാന കേൾക്കാം, അല്ലെങ്കിൽ അച്ഛന്റെ പ്രസംഗം കേൾക്കാം. ഇപ്പൊ തന്നെ പല ബിസിനസ്സിൽ കൂടെ കേൾക്കുന്നവർ കാണും അല്ലെ. ടു ഇൻ വൺ ആണ്. ഇത് പോരെ ആരാധനയ്ക്കും എന്നൊരു തോന്നല് കാണും. പ്രിയമുള്ളവരെ, മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇസ്രായേൽ ജനം പലായനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് പാർപ്പാൻ പട്ടണമില്ലായിരുന്നു, പ്രാർത്ഥിപ്പാൻ ആലയമില്ലായിരുന്നു, വസിപ്പാൻ ഒരു കൂടാരമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവർ പോകുന്ന വഴിക്കൊക്കെ കൂടാരം അടിച്ച് പ്രാർത്ഥിച്ചു, മന്ന പൊഴിച്ചു കൊടുത്തത് കഴിച്ചു, അങ്ങനെ അവർ മുന്നോട്ട് പോയി. എന്നാൽ അവർ തന്റെ യഥാർത്ഥ ദേശത്തെത്തിക്കഴിയുമ്പോൾ, കനാൻ ദേശത്തെത്തിക്കഴിയുമ്പോൾ യഹോവയാം ദൈവം ചിട്ടയായിട്ട് പറഞ്ഞത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മടങ്ങിച്ചെന്ന് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ വിശ്വാസം അനന്തര തലമുറയ്ക്ക് കൊടുക്കുവാൻ ഇത് നിങ്ങൾക്ക് ചട്ടം ആയിരിക്കണം. ഇത് നിങ്ങൾക്കൊരു ചട്ടം ആയിരിക്കണം. നിങ്ങൾ ഒന്നു ചേർന്ന് പെസഹ ആചരിക്കണം. പിതാക്കന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ കൂടെ നടത്തിയത് ഇങ്ങനെയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായിട്ടും നടത്തിയൊരു ദൈവത്തെ കൂട്ടമായിട്ട് ആരാധിക്കണമെന്ന് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് യഹോവയാം ദൈവം അരുളി ചെയ്തു. അപ്രകാരം തന്നെ ഈ ഒരു കാലയളവ് ഇങ്ങനെയാണെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകാതെ നമ്മുടെ സഭയുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ഒരുമിച്ച് ആരാധനയ്ക്ക് കടന്നു പോകുകയും ചെയ്യേണ്ട നാളിന് വേണ്ടി കാത്ത് നോക്കി പാർത്തിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബം എല്ലാം ക്രിസ്തീയ സ്വഭാവമുള്ള കുടുംബങ്ങളായി തീരുന്നത്. 3 പറയുന്നു, നമ്മൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന്. ജ്യോതിസ് എന്താണ്? വെളിച്ചം അല്ലെ, ലൈറ്റ്. സെയിന്റ് മാത്യു ചാപ്റ്റർ 5 സേസ്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണ്? വെളിച്ചം നേർരേഖയിൽ സഞ്ചരിക്കും അല്ലെ. വെളിച്ചം എന്ത് ചെയ്യും? സ്വയം പ്രകാശിക്കും. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതിനാദ്യം ലൈറ്റ് വരും അല്ലെ. പിന്നെ എന്ത് വരും? അത് മറ്റുള്ള ഇരുട്ടിനെ ഇല്ലാതെയാക്കും. അത് സ്വയം പ്രകാശിക്കും, ഇരുട്ടിനെ ഇല്ലാതെയാക്കും, മറ്റുള്ളവർക്കെല്ലാം വെളിച്ചം കൊടുക്കും. നമ്മളും അപ്രകാരം ഈ ഭൂമിയിലായിരിക്കണം. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണമെങ്കിൽ എന്താണെന്നറിയോ? 3 C's നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഈ 3 C's? ഫസ്റ്റ് C, കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ, കമ്മിറ്റ്മെന്റ്. തേർഡ് വൺ, കോംപ്രമൈസ്. ഇത് 3 ഉണ്ടെങ്കിലേ വെളിച്ചം നമ്മളിൽ ഉണ്ടാവുള്ളൂ. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പകൽ നോക്കിയാൽ മതി, മുറ്റത്ത് വെളിച്ചം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിൽ നിൽക്കും. എന്നാൽ നിഴൽ മുന്നിൽ വന്നാൽ വെളിച്ചം പിന്നിൽ പോവും. എന്നാൽ വെളിച്ചം ഉള്ളിലായാൽ നീയുമില്ല, നിഴലുമില്ല, വെളിച്ചം മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ്. വെളിച്ചം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിൽ വന്ന് ആക്രമിക്കും. ഞാൻ വെളിച്ചമാണ്, മമ്മി പ്രാർത്ഥിച്ചോളാം, മോൻ പൊക്കോ, മമ്മി പ്രാർത്ഥിച്ചോ. നോ. വെളിച്ചം മുന്നിൽ നിന്നാൽ നിഴൽ പിന്നിൽ കൂടെ നമ്മുടെ തലമുറയെ പിടിക്കും. വെളിച്ചം പിന്നിൽ നിന്നിട്ട് ഞാൻ പുറകിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്, യുഗോ എന്ന് പറയരുത്. വെളിച്ചം നിഴൽ മുന്നിൽ നിന്ന് പിടിക്കും. വെളിച്ചം കുഞ്ഞുങ്ങളുടെ ഉള്ളിലാക്കണം. പിന്നെ നീയുമില്ല, നിഴലുമില്ല, വെളിച്ചം മാത്രമാണുള്ളത്. അങ്ങനെയാകുമ്പോഴാണ് ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കുടുംബങ്ങളാകുന്നത്. ഫാമിലി എന്ന വാക്കിൽ തന്നെ അറിയാം അല്ലെ. FAMILY, ഫാമിലി. F ഫോർ ഫെലോഷിപ്പ്. ഓരോ കുടുംബങ്ങളിലും ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, A, ആക്സെപ്റ്റൻസ്. കുറവുകളോടുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ, കുറ്റങ്ങളോടുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പോ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? ദിവാലിക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ നമ്മുടെ കൂടെയുള്ളവരെ? നോ. കുറവ് നമുക്ക് മാത്രമേ ആ ആളിനെ സഹിക്കാൻ, വഹിപ്പാൻ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൽ നിന്ദിച്ചുകൊണ്ട് കാര്യമില്ല, ഉള്ളിൽ പെറുപെറുത്തുകൊണ്ട് കാര്യമില്ല. ആക്സെപ്റ്റ് ആസ് അവരെങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കർത്താവെ കൃപ എനിക്ക് നൽകണമേ. അവരെ നേടിയെടുക്കുവാൻ
ദൈവസന്നിധിയിൽ അവരെ നേടിയെടുക്കുക എന്നൊരു നിയോഗമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അക്സെപ്റ്റ് ദം. തേർഡ് വൺ, മീക്ക്നെസ്, സൗമ്യത, താഴ്മ. ചില സ്ഥലത്തൊക്കെ അങ്ങ് മിണ്ടാതിരിക്കണം. പല പ്രശ്നങ്ങളും ഇല്ലാതെയാകുന്നതിന് കാരണം എന്താണെന്നറിയോ? പലരും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് നമ്മളെ നേച്ചർ പഠിപ്പിക്കുന്ന പാഠം. നേച്ചർ എന്താ പഠിപ്പിക്കുന്നത്? നേച്ചർ പഠിപ്പിക്കുന്നത് ആകാശം മുറിയുമ്പോൾ മഴ പെയ്യുന്നു, മണ്ണ് ഇളക്കുമ്പോൾ കൃഷിക്ക് പറ്റുന്നു, വിത്ത് മണ്ണിൽ വീണ് അഴുകുമ്പോൾ പുതിയ ചെടി ഉണ്ടാകുന്നു, വീണ്ടും അതിൽ മരം പൊട്ടുമ്പോൾ പുതിയ ജീവൻ ഉണ്ടാകുന്നു. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഒന്ന് താന്നു വിട്ട് സഹിച്ച് ക്ഷമിച്ച് നല്ലതിനെ സ്വീകരിച്ച് എല്ലാത്തിനും പ്രതികരിക്കാൻ പോയി അതിന് മാത്രമേ നേരം കാണുള്ളൂ. മീക്ക്നെസ്, ഐ ഫോർ ഇൻഡിവിജ്വാലിറ്റി. റെസ്പെക്ട് എവ്രിബഡീസ് ഇൻഡിവിജ്വാലിറ്റി, റെസ്പെക്ട് അതേഴ്സ് ഇൻഡിവിജ്വാലിറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വി ആർ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്. ഒരു ഗാനമേളയിലുള്ള ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ. അപ്പൊ ഇൻഡിവിജ്വാലിറ്റിയെ അംഗീകരിക്കണം. എൽ ഫോർ ലിസണിങ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തതാണ്. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഒരാൾ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പാവം. പറഞ്ഞു കഴിഞ്ഞ് അയാൾ കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. ആർക്കും ആരെയും കേൾക്കാൻ വയ്യ. കേൾക്കുന്നതിനൊക്കെ കൂടുതൽ പറയാനാണ് ഇഷ്ടം. ഒന്ന് കേട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലപ്പോഴും. ഒന്ന് കേൾക്കണമെന്നേ, അവരെ ഒന്ന് കേൾക്കാൻ, പരസ്പരം ഒന്ന് കേൾക്കാൻ എന്തേ നമുക്ക് സാധിക്കുന്നില്ല? ക്രിസ്തുവിൽ നമുക്കത് സാധിക്കണം. വൈ? ഈൽഡിങ് വിത്ത് ലവ് ആൻഡ് ഈൽഡിങ് ഫോർ ലവ്. ക്രിസ്തീയ കുടുംബ ജീവിതത്തില് ഇത് ഉണ്ടായിരിക്കണം. നമ്മൾ ഓർക്കണം, ഓർഗൻ കണ്ടിട്ടില്ലേ? ഓർഗനിൽ വൈറ്റ് കീസും ബ്ലാക്ക് കീസും ഉണ്ട്. ഈ വൈറ്റ് കീസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ സോങ് ഉണ്ടാവോ? ബോത്ത്, അല്ലെ? രണ്ടും ആവശ്യമാണ്. അതുപോലെ ജീവിതത്തില് കുറവുകളും മികവുകളും കാണും, സങ്കടങ്ങളും സന്തോഷങ്ങളും കാണും. ഇവയെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാം കുടുംബം മനോഹരമായ ഒരു സ്നേഹക്കൂടായിട്ട് മാറുന്നത്. ഫാമിലീസ് ദ നെസ്റ്റ് ദാറ്റ് ഹാങ്ഡ് ഓൺ ദ വിൻഡ്. കാറ്റത്ത് ആടുകയാണ്. കാറ്റത്ത് തകർന്നു പോകരുത്, കാറ്റത്ത് താഴെ പോകരുത്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് ഫസ്റ്റ് വൺ, പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കുവിൻ. സെക്കൻഡ് വൺ, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിക്കുക. 3, ജ്യോതിസ് പോലെ പ്രകാശിക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു എന്ന് പ്രോമിസ് ചെയ്ത ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മുടെ എല്ലാം കുടുംബങ്ങളെ സമർപ്പിക്കാം. ഇറ്റ്സ് എ ടൈം ടു റിപ്പന്റ്. കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കർത്താവെ, ഒത്തിരി കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കോംപ്ലക്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് എ ടൈം ടു റിപ്പന്റ്. നമുക്ക് നമ്മളെ റിപ്പന്റ് ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് റിപ്പന്റ് ചെയ്യാം. ഇറ്റ്സ് എ ടൈം ടു റീവാലുവേറ്റ്. എന്തൊക്കെയാണ് എന്റെ കുഴപ്പങ്ങളെന്ന് നമുക്കൊന്ന് റീവാലുവേറ്റ് ചെയ്യാം. കർത്താവെ, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്? എവിടെയാണ് ഞാൻ മാറിപ്പോയത്? എവിടെയാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയത്? എവിടെയാണ് ഞാൻ വേദനിപ്പിച്ചത് മറ്റുള്ളവരെ? ഇറ്റ്സ് എ ടൈം ടു റിന്യൂവൽ. നമുക്കൊന്ന് പുതുക്കപ്പെടാം, ഒന്ന് പുതുക്കാം. കർത്താവ്, എനിക്ക് എന്ന കുടുംബം, അല്ലെ? വഴക്കിടുന്നത് പബ്ലിക്കായിട്ടല്ലേ, പിന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചൂടാ പബ്ലിക്കായിട്ട്? ഇറ്റ്സ് എ ടൈം ടു റിന്യൂവൽ. അത് കൊറോണ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെ കണ്ടോ? അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. നമ്മൾ വാക്സിനും കൂടി ചെല്ലുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് പുതിയ ആളായി മാറും. വചനം കേട്ടിട്ട് കർത്താവെ, എന്നെ തന്നെ ഒന്ന് റിന്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കണമേ. നിന്റെ സന്നിധിയിൽ റിപ്പന്റ് ചെയ്യാൻ ഞങ്ങളൊന്ന് റിവാലുവേറ്റ് ചെയ്യട്ടെ കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ, താഴ്വരയിലെ നടപ്പിനെ വിചാരിച്ചു കൊള്ളുക, നീ ചെയ്തത് ഓർത്തുകൊള്ളുക എന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്ലെ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിവാലുവേറ്റ് ചെയ്യാം. ഓ ലോർഡ്, വി ആർ റിപ്പന്റിങ്. ഒന്ന് അനുദപിക്കാം. കർത്താവ്, ഞങ്ങളെ ഒന്ന് റിന്യൂ ചെയ്ത് നമുക്ക് തന്നെ നമ്മളെ ഒന്ന് റീജനറേറ്റ് ചെയ്യാം, പുനരുജ്ജനിപ്പിക്കുക. റീജനറേറ്റ് ചെയ്യാൻ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് ഉപയോഗിക്കണമേ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിച്ചുകൊണ്ട് വചനതീരത്ത് ഞങ്ങളുടെ ഓരോ സ്നേഹക്കൂടുകളും പണിയുവാൻ വചനമാം ദൈവമേ അവിടുത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കാറ്റിലും ആടിപ്പോകാത്ത നല്ല സ്നേഹക്കൂടായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കർത്താവ് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.